നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ നിന്ന് ജയിക്കുമെന്ന് ആവർത്തിച്ച് യു.ഡി.എഫ് പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പി.വി. അൻവർ. മണ്ഡലത്തിൽ ടൂറിസത്തിന്റെ മറവിൽ മയക്കുമരുന്നും മറ്റ് ലഹരികളുമൊക്കെ ഒഴുകുകയാണെന്നും അതിനാൽ സ്ത്രീകളുടെ വോട്ട് തനിക്ക് ലഭിക്കുമെന്നുമാണ് പി.വി. അൻവർ പറയുന്നത്. കൊട്ടിക്കലാശത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പി.വി. അൻവറിന്റെ വാക്കുകൾ: 2021-ൽ മുഹമ്മദ് റിയാസിന് 28,000 വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നു. ഇത്തവണ 25,000-ത്തിലധികം വോട്ടുകൾക്ക് മണ്ഡലത്തിൽ ഞാൻ വിജയിക്കും. ഞാൻ പൊതുവെ അങ്ങനെ വെല്ലുവിളിക്കാറില്ല, പറയാറുമില്ല. ഞാൻ പറഞ്ഞ കണക്കുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. സ്ത്രീകൾ ഇവർക്കെതിരെ വോട്ട് ചെയ്യും. മയക്കുമരുന്ന് നാശമാക്കുന്ന കുടുംബജീവിതങ്ങളാണിവിടെ. അതിലേക്കാണ് അദ്ദേഹം പുതിയ 2 ടൂറിസം പദ്ധതികൾ കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത സർക്കാർ വരുമ്പോൾ ഒപ്പിട്ടാൽ അത് യാഥാർത്ഥ്യമാകും. ഇതൊക്കെ ഇവിടുത്തെ സഹോദരിമാരും അമ്മമാരും തിരിച്ചറിയുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ അക്രമത്തിലേക്ക് പോകുന്നതും. അതിന്റെ ഭാഗമായാണ് എന്നെ തടയുകയൊക്കെ ചെയ്തത്. വളരെ സമാധാനപരമായി ഒരു ജാഥയായി പോകുകയായിരുന്നു. ഗുണ്ടകളെ കൊണ്ടുവന്ന് ചുവപ്പുകുപ്പായമിടിയിച്ച് മദ്യവും വാങ്ങിക്കൊടുത്ത് ഇറക്കിവിടുകയാണ്. എനിക്കെതിരെ അപരന്മാരെ നിർത്തി. 4 അപരന്മാരാണ് എനിക്കെതിരെ മത്സരിക്കുന്നത്. അതിൽ രക്ഷയില്ലെന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ അക്രമം അഴിച്ചുവിടുന്നത്. കോഴിക്കോട് ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലൊന്നായ ബേപ്പൂരിന് വ്യക്തമായ രാഷ്ട്രീയ ചരിത്രമുണ്ട്. 1980കളുടെ തുടക്കം മുതൽ ഈ മണ്ഡലം CPI-എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പിന്തുണയ്ക്കുന്നു. നിലവിലെ MLA-യും മന്ത്രിയുമായ P.A. മുഹമ്മദ് റിയാസ് 2021-ൽ 82,165 വോട്ടുകൾ നേടി 28,747 ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 1965-ൽ രൂപീകൃതമായ ബേപ്പൂർ മണ്ഡലം പിന്നീട് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ഭൂപടത്തിൽ ഇടം നേടി. ട്രേഡ് യൂണിയൻ, തദ്ദേശ സ്ഥാപന ശൃംഖലകളിലൂടെയാണ് CPI-എം ഇവിടെ സ്ഥിരമായ ജനപിന്തുണയുറപ്പിച്ചത്. 1967-ലെ കെ. ചാത്തൂണി മുതൽ നിലവിലെ P.A. മുഹമ്മദ് റിയാസ് വരെ ഇടതുപക്ഷ നേതാക്കളാണ് ഈ തീരദേശ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. എന്നാൽ ചില തെരഞ്ഞെടുപ്പുകളിൽ ബേപ്പൂർ അപ്രതീക്ഷിത ഫലങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 1977-ൽ കോൺഗ്രസ് നേതാവ് N.P. മൊയ്തീൻ CPI-എമ്മിന്റെ കെ. ചാത്തൂണി മാസ്റ്ററെ പരാജയപ്പെടുത്തി. 1980-ൽ INC-U സ്ഥാനാർത്ഥിയായി വീണ്ടും അദ്ദേഹം വിജയിച്ചതോടെ ഈ വിജയങ്ങൾ ബേപ്പൂരിലെ ഇടതുപക്ഷത്തിന്റെ വളർച്ചയെ താൽക്കാലികമായി തടസ്സപ്പെടുത്തി. 1992-ൽ കെ. മൂസക്കുട്ടിയിലൂടെ CPI-എം മണ്ഡലത്തിൽ വീണ്ടും നിയന്ത്രണം നേടി. തുടർന്ന് T.K. ഹംസ MLA ആയി. 1987, 1991, 1996 വർഷങ്ങളിൽ അദ്ദേഹം തുടർച്ചയായി 3 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 1991-ലെ തിരഞ്ഞെടുപ്പ് ഏറെ വാശിയെടുത്തതായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ. മാധവൻകുട്ടി ഹംസയേക്കാൾ 6,270 വോട്ടുകൾക്ക് മാത്രം പിന്നിലായിരുന്നു. ഇത് വോട്ടർമാരുടെ മാറുന്ന മനോഭാവത്തെ സൂചിപ്പിച്ചു. 2001-ലെ തിരഞ്ഞെടുപ്പ് CPI-എമ്മിനുള്ളിൽ പുതിയൊരു നേതൃത്വമാറ്റത്തിന് വഴിയൊരുക്കി. V.K.C. മമ്മദ് കോയ MLA ആയി. മുസ്ലിം ലീഗ് നേതാവ് MC മായിൻ ഹാജിയെ 5,270 വോട്ടുകൾക്കാണ് അദ്ദേഹം തോൽപ്പിച്ചത്. ഈ വിജയഭൂരിപക്ഷം കടുത്ത പോരാട്ടത്തെ സൂചിപ്പിച്ചു. മുസ്ലിം ലീഗിന് അപ്പോഴും ശക്തമായ ന്യൂനപക്ഷ പിന്തുണയുണ്ടായിരുന്നു. 2006-ലും 2011-ലും CPI-എമ്മിന്റെ എളമരം കരീം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2011-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആദം മുൾസി MP-യെ 5,316 വോട്ടുകൾക്കാണ് അദ്ദേഹം തോൽപ്പിച്ചത്. ഈ കുറഞ്ഞ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതായി സൂചിപ്പിച്ചു. ഇത് CPI-എമ്മിനെ പ്രാദേശിക സംഘടനവും പ്രചരണതന്ത്രങ്ങളും ശക്തിപ്പെടുത്താൻ പ്രേരിപ്പിച്ചു. 2016-ൽ V.K.C. മമ്മദ് കോയ വീണ്ടും CPI-എം പ്രതിനിധിയായി MLA ആയി. ആദം മുൾസി MP 51,731 വോട്ടുകൾ നേടിയപ്പോൾ മമ്മദ് കോയ 69,114 വോട്ടുകൾ നേടി. വിജയഭൂരിപക്ഷം 14,363 വർദ്ധിച്ചു. BJP-യുടെ വോട്ട് വിഹിതവും വർദ്ധിച്ചത് മൂന്നാമതൊരു ശക്തമായ എതിരാളിയുടെ സാന്നിധ്യം വെളിവാക്കി. ഒടുവിൽ 2021-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ബേപ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ ആധിപത്യം ഉറപ്പിച്ചു. മുഹമ്മദ് റിയാസ് 53,418 വോട്ടുകൾ നേടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി PM നിയാസിനെ പരാജയപ്പെടുത്തി. BJP സ്ഥാനാർത്ഥി KP പ്രകാശ് ബാബു 26,267 വോട്ടുകളോടെ 3-ാം സ്ഥാനത്തെത്തി.